അങ്ങനെ മലയാളം സമ്മറിയും കഴിഞ്ഞു. ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് നയിച്ച മതഭ്രാന്തിൻ്റെ അങ്ങേ അറ്റം ആണ് നമുക്ക് ഈ കഥയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതൊരു മനോരോഗിയെപ്പോലും, ഒന്നല്ല ഒരുപാട് മനോരോഗികളെപ്പോലും എത്ര വിഷമകരമായി ബാധിക്കുന്നു എന്നതിൻ്റെ മാതൃകയാണ് ഈ കഥ. അത് ആക്ഷേപഹാസ്യത്തിൻ്റെ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് പാകിസ്ഥാനി സിറ്റി വാസ് ദ ലുനാറ്റിക് അസൈലം സിറ്റുവേറ്റഡ്? പാകിസ്ഥാനിലെ ഏത് സിറ്റിയിലാണ് മാനസികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്? ആൻസേഴ്സ്: ലാഹോർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: രൂപ കൗർ വാസ് ദ ഡാഷ് ഓഫ് ബിഷൻ സിംഗ്. രൂപ കൗർ ബിഷൻ സിംഗിൻ്റെ ആരായിരുന്നു? ആൻസർ: ഡോട്ടർ, മകൾ. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് തോബ തെക് സിംഗ്? തോബ തെക് സിംഗിൻ്റെ ശരിയായ പേരെന്തായിരുന്നു? ആൻസർ: ബിഷൻ സിംഗ്. ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ജമീന്ദാർ ഇൻ തോബ തെക് സിംഗ്? തോബ തെക് സിംഗ് എന്ന കഥയിൽ ജമീന്ദാർ ആരാണ് അഥവാ എന്താണ്? ആൻസർ: എ ന്യൂസ് പേപ്പർ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് വൺ ഓഫ് ദ ലുനാറ്റിക് ക്ലൈംബ് അപ്പ് എ ട്രീ? എന്തുകൊണ്ടാണ് ഒരു മാനസിക രോഗി മരത്തിൽ കയറിയത്? ആൻസർ: വൺ ഓഫ് ദ ലുനാറ്റിക് ക്ലൈംബ് അപ്പ് എ ട്രീ ബിക്കോസ് ഹി വാസ് ആംഗ്രി അറ്റ് ദ ഡിവിഷൻ ഓഫ് ഇന്ത്യ into India and Pakistan. When ordered by the guards to come down, he climbed still higher and said that he did not want to live in India or Pakistan. He wanted to live on the tree. ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചതിൽ ഉള്ള ദേഷ്യം കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഗാർഡുകൾ അയാളോട് താഴെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അയാൾ കൂടുതൽ മുകളിലേക്ക് കയറുകയും അയാൾക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജീവിക്കേണ്ട എന്ന് പറയുകയും ചെയ്തു. അയാൾക്ക് മരത്തിൽ ജീവിച്ചാൽ മതി എന്നായിരുന്നു അയാളുടെ ഉത്തരം. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹു ഈസ് ഖ്വയ്ദ്-ഇ-ആസം? ഖ്വയ്ദ്-ഇ-ആസം ആരാണ്? ആൻസർ: മുഹമ്മദ് അലി ജിന്ന ഈസ് കോൾഡ് ഖ്വയ്ദ്-ഇ-ആസം ബൈ ദ പാകിസ്ഥാൻസ്. ഇറ്റ് മീൻസ് എ ഗ്രേറ്റ് ലീഡർ. ജസ്റ്റ് ലൈക്ക് വി കോൾ ഗാന്ധിജി ദ ഫാദർ ഓഫ് ദ നേഷൻ, ദ പാകിസ്ഥാൻ കോൾ ജിന്ന ഖ്വയ്ദ്-ഇ-ആസം. പാകിസ്ഥാനികൾ മുഹമ്മദ് അലി ജിന്നയെ വിളിക്കുന്ന പേരാണത്. അതിനർത്ഥം ഒരു വലിയ നേതാവെന്നാണ്. നമ്മൾ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് പോലെ പാകിസ്ഥാനികൾ ജിന്നയെ ഖ്വയ്ദ്-ഇ-ആസം എന്ന് വിളിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ: ഹു ഡിക്ലെയർഡ് ഹിംസെൽഫ് ടു ബി ഖ്വയ്ദ്-ഇ-ആസം? മുഹമ്മദ് അലി ജിന്ന. ആരാണ് സ്വയം ഖ്വയ്ദ്-ഇ-ആസം മുഹമ്മദ് അലി ജിന്ന എന്ന് പ്രഖ്യാപിച്ചത്? എ ഫാറ്റ് മുസ്ലിം ലുനാറ്റിക് ഫ്രം ചിനിയോട്ട് ഹൂസ് നെയിം വാസ് മുഹമ്മദ് അലി declared himself to be Quaid-e-Azam Muhammad Ali Jinnah. This lunatic was an active member of the Muslim League when he was sane. ഒരു തടിച്ച ചിനിയോട്ടിൽ നിന്നുള്ള മുസ്ലിം മാനസിക രോഗിയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. അയാളുടെ പേര് മുഹമ്മദ് അലി എന്നായിരുന്നു. അയാൾക്ക് ബുദ്ധിസ്ഥിരത ഉണ്ടായിരുന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ ഹിന്ദു ലോയർ ഇൻ ദ അസൈലം ഗോ മാഡ്? എന്തുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഒരു ഹിന്ദു വക്കീലിന് മാനസിക വിഭ്രാന്തി ഉണ്ടായത്? ആൻസർ: ദ ഹിന്ദു ലോയർ ഇൻ ദ അസൈലം വെന്റ് മാഡ് ബിക്കോസ് ഓഫ് എ ട്രാജിക് ലവ് അഫെയർ. ഹി വാസ് terribly sorry that Amritsar became part of India because the girl he loved was from there. Although she had rejected him, he continued loving her. He cursed both Hindu and Muslim leaders who caused the division of the country. ഈ ദുരന്ത പ്രേമകഥ കാരണമാണ് അയാൾക്ക് അങ്ങനെ സംഭവിച്ചത്. അമൃത്സർ ഇന്ത്യയിലാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടമായി. കാരണം അയാളുടെ കാമുകി അമൃത്സറിൽ നിന്നുമാണ്. അവൾ അവനെ ഉപേക്ഷിച്ചെങ്കിലും അവൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നു. രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണക്കാരായ ഹിന്ദു മുസ്ലിം നേതാക്കളെ അവൻ ശപിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ബിഷൻ സിംഗ്സ് ക്വസ്റ്റ്യൻ ടു ദ മാൻ ഹു ബിലീവ്ഡ് ദാറ്റ് ഹി വാസ് ഗോഡ്? താൻ ദൈവമാണെന്ന് വിചാരിച്ചിരുന്ന മാനസിക രോഗിയോട് ബിഷൻ സിംഗ് എന്താണ് ചോദിച്ചത്? ബിഷൻ സിംഗ്സ് ക്വസ്റ്റ്യൻ ടു ദ മാൻ ഹു ബിലീവ്ഡ് ദാറ്റ് ഹി വാസ് ഗോഡ് വാസ് where Toba Tek Singh was. The man laughed and said it was neither in India nor in Pakistan because he had not issued any order yet. Bishan Singh requested him to give the orders, but then the man said he was too busy because there were so many orders he had to give. Bishan Singh lost his temper and muttered something and went away. തോബ തെക് സിംഗ് എവിടെയാണ് എന്നാണ് അയാൾ ചോദിച്ചത്. മറ്റേയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്ത്യയിലുമല്ല പാകിസ്ഥാനിലുമല്ല, കാരണം ഇതുവരെ അയാൾ അതിനുള്ള ഓർഡറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബിഷൻ സിംഗ് അയാളോട് ഓർഡർ കൊടുക്കുവാൻ പറഞ്ഞു. മറുപടിയായി അയാൾ പറഞ്ഞു, വളരെയധികം ഓർഡറുകൾ കൊടുക്കാനുള്ളതുകൊണ്ട് അയാൾ വളരെ തിരക്കിലാണെന്ന്. ഇത് കേട്ട് ക്ഷുഭിതനായ ബിഷൻ സിംഗ് എന്തോ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. സിക്സ് ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ മുസ്ലിം ഫ്രണ്ട് ഫ്രം തോബ തെക് സിംഗ് who came to visit
ബിഷൻ സിംഗ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. തോബ തെങ്സിങ്ങിനെ കാണാൻ വന്ന മുസ്ലിം സുഹൃത്ത് എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തിയത്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ആസ് ഫസൽ ദീൻ. ഹി സെഡ് to Bishan Singh that his family had left for Hindustan. He had helped them in all possible way. He also said that Bishan Singh's daughter Ruba Kaur also had left for Hindustan. Fasluddin further said that the Bishan Singh's relatives had asked him to come and see him often. He has heard that Bishan Singh will soon be taken to Hindustan. He asked Bishan Singh to convey his friendly greetings to Bhai Bhalbir Singh and Wadwa Singh and sister Amrit Kaur. Fasluddin also gives Bishan Singh some sweets. അയാൾ പറഞ്ഞു അയാളുടെ പേര് ഫസൽദീൻ എന്നാണെന്ന്. ബിഷൻ സിംഗിൻ്റെ കുടുംബം ഇന്ത്യയിലേക്ക് പോയി എന്നും അയാൾ പറഞ്ഞു. അവരുടെ യാത്രയ്ക്കുള്ള എല്ലാ സഹായങ്ങളും അയാൾ ചെയ്തു കൊടുത്തു. ബിഷൻ സിംഗിൻ്റെ മകളായ രൂപ കൗറും ഇന്ത്യയിലേക്ക് പോയി എന്നും അയാൾ പറഞ്ഞു. ബിഷൻ സിംഗിൻ്റെ ബന്ധുക്കൾ അയാളെ ഇടയ്ക്ക് സന്ദർശിക്കണമെന്ന് ഡീനിനോട് ആവശ്യപ്പെട്ടു. ബിഷൻ സിംഗ് ഉടനെ ഇന്ത്യയിലേക്ക് പോകും എന്നും അയാൾ കേട്ടു. ഇന്ത്യയിൽ എത്തുമ്പോൾ ഭായ് ഭൽബീർ സിംഗിനോടും വധ്വ സിംഗിനോടും സഹോദരി അമൃത് കൗറിനോടും തൻ്റെ സ്നേഹാന്വേഷണങ്ങൾ പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. അയാൾ ബിഷൻ സിംഗിന് കുറച്ച് മിഠായികളും കൊടുത്തു. 7th question. What were the response of the Anglo-Indian inmates of the asylum when they realized the English had given Hindustan freedom? ഇംഗ്ലീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന 2 ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആൻസർ: When they came to know that the English had left after giving freedom to India, they were upset. In many secret meetings, they discussed their future status in the asylum. Would their ward be retained? Would they get their breakfast? Would they be forced to eat the bloody Indian chapati instead of bread? അവർ ആകെ വിഷമത്തിലായിരുന്നു. അവർ പല രഹസ്യ മീറ്റിങ്ങുകളും കൂടി മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അവരുടെ സ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്തു. അവരുടെ വാർഡിലെ അതേപോലെ നിലനിർത്തുമോ? അവർക്ക് പ്രാതൽ കിട്ടുമോ? ബ്രെഡിന് പകരം നശിച്ച ഇന്ത്യൻ ചപ്പാത്തി തിന്നുവാൻ അവർ നിർബന്ധിതരാകുമോ? ഇതൊക്കെയായിരുന്നു അവരുടെ ആശങ്കകൾ. ആൻഡ് the 8th question. Explain in the middle on a stretch of land that had no name lay Toba Tek-Singh. വിശദീകരിക്കുക. നടുവിൽ പേരില്ലാത്ത ഒരു തുണ്ടു ഭൂമിയിൽ തോബ തെക്സിംഗ് കിടന്നു. ആൻസർ: This is a beautiful sentence which shows the feelings of the common man in both India and Pakistan. Before the partition, the Hindus and Muslims lived like brothers, sharing the joys and sorrows together. Here we see Toba Tek-Singh lying in the middle between India and Pakistan, not knowing where he should go. Did the Hindus living in Pakistan want to come to India, losing all the things they had met? Did the Indian Muslim want to go to Pakistan where they had nothing? It is the politicians that divide people. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണ മനുഷ്യരുടെ വികാരം പ്രകടമാക്കുന്ന ഒരു നല്ല വാചകമാണിത്. വിഭജനത്തിന് മുമ്പ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട് സഹോദരങ്ങളെ പോലെയാണ് ജീവിച്ചിരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയുടെ നടുക്ക് തോബ തെക്സിംഗ് കിടക്കുന്നതാണ്. എങ്ങോട്ട് പോകണമെന്നറിയാതെ പാകിസ്ഥാനിൽ താമസിച്ചിരുന്ന ഹിന്ദുക്കൾക്ക് തങ്ങളുടെ വീടും സമ്പാദ്യങ്ങളും എല്ലാം കളഞ്ഞ് ഇന്ത്യയിലേക്ക് വരണമെന്ന് ഇല്ലായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവർക്ക് ഒന്നും തന്നെ ഇല്ലാത്ത പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയക്കാരാണ് അവരെ വിഭജിക്കുന്നത്. ആൻഡ് the 9th and last question. What is the significance of the asylum in the story? ഈ കഥയിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? The significance of the asylum is that the people can open their hearts and say what they feel. If no more people say the things the lunatics say, they will be punished by the government. Can a person in India speak good things about Pakistan? Can any Pakistan speak well of India? The government would suppress such views. But in the asylum, people can open up their minds because they are supposed to be mad and nobody would punish them for what they feel or say loudly. അവിടെ മനുഷ്യർക്ക് അവർക്ക് തോന്നുന്നത് എന്തെല്ലാം പറയാൻ പറ്റും. അവർ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ അവരെ സർക്കാരുകൾ ശിക്ഷിക്കും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പാകിസ്ഥാനെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പാകിസ്ഥാനികൾക്ക് ഇന്ത്യയെപ്പറ്റി നല്ലത് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ സർക്കാർ അവരുടെ അഭിപ്രായങ്ങളെ പുറത്തു വരുന്നതിൽ നിന്നും തടയും. പക്ഷേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്ക് എന്തും പറയാം. കാരണം അവർ മാനസിക രോഗികളാണല്ലോ. അവരെ ആരും ശിക്ഷിക്കുകയില്ല. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ തോബ തെക്സിംഗും കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ടാഗോറിൻ്റെ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന കവിതയുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ആൻഡ് ഗുഡ് ബൈ ടുഡേ.